എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് എന്റെ ഫോൺ എന്തൊരു ക്ലിയർ അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബിന്ദിന്റെ ചെറിയൊരു സൽക്കാരുണ്ട് നമുക്ക്. ബിന്ദിന്റെ പേരല്ല മൂത്താപ്പാൻ്റെ. അപ്പൊ നമ്മളിതാ ഉമ്മ അച്ചൊക്കെ ഉണ്ട്, ഷാനു ബാക്കിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയില്. അപ്പൊ ഇങ്ങനെ കണ്ടു എത്തിനാ ഷൂസൊക്കെ ഉണ്ട് പോര്. ഷൂസ് ഇല്ലാത്ത ലുക്കല്ലേ ഷാനു. ഇവിടേക്ക് അവിടക്ക പറഞ്ഞ മാതിരി വണ്ടി ഇവിടെ ഹൗസ്ഫുൾ ആണല്ലോ. ഇതെന്താ കല്യാണം കൂടെ വന്നിക്കണ? ഹലോ അല്ല ചേച്ചില്ലപ്പോ നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല? പുതിയാപ്പിള ഉണ്ടത് പറഞ്ഞമാതിരി പുതിയാപ്പിളിനെക്കാട്ടി ചോർക്കീണ്. അത് ചോറ് പ്രാവശ്യം ഒരു ചോറ് നിന്നിട്ടാണ്, അതുകൊണ്ട് അധികം പോവൂല. ബിരിയാണി എപ്പോഴും കിട്ടൂലല്ലേ. ഞങ്ങള് പാക്കാക്കിങ്ങാണ്ട് തന്നിക്കണത്. ഞങ്ങള് പോയേരാ. നോക്കാം. ഈ വലിയ മനുഷ്യല്ല പോണ വലിയ മനുഷ്യൻ, ഈ പിന്നെ ഈ ചെറിയ മനുഷ്യന് മലഭൂതവും. ഈ ചെറിയ മനുഷ്യന് ആ വലിയ മനുഷ്യന്. ഇത് പോർച്ചുഗൽ, അത് ബ്രസീൽ. തോറ്റിട്ട് നിക്കക്കല്ലില്ല. അത് വീട്ടിൽ വന്ന് എന്നും ഒച്ച ഉണ്ടാക്കും. 5 ഗോൾ ഏതെങ്കിലും ഒരു കളി കാണലുണ്ടോ? ഞാൻ 3-1 പറയും. ഇതിന്റെ മാപ്പിള പറ്റ കൊച്ചാക്കല്ലേ? ഓ പിന്നെ ഇതിൽ നോക്ക് വണ്ടി കോക്കല്ലേന്ന്. അങ്ങനെ ഗായ്സ് നമ്മള് ബിന്ദിന്റെ ഓടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ എല്ലാരും ഒന്നുമില്ല. ഞാന്, ഇമ്മ, ബാബു, അച്ചു അല്ലേ അമ്മ? ഞങ്ങള് 4 ആളും കൂടിങ്ങാണ്ട് വയനാട്ടിക്ക് പോവാണ്. അപ്പൊ ബാക്കിയുള്ളവരെ കൊണ്ടായൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദിക്ക് ഇപ്പൊ നാളെ എന്തോ ഒരു പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് ബിന്ദിക്ക് വരാൻ വയ്യ അല്ലേ. ഷാനുവിനും നാളെ ഇതേമായി തന്നെ പണിയുണ്ട്, ഒഴിവാക്കാൻ പറ്റൂല പറഞ്ഞിങ്ങനെ. വേറെ പണിയില്ല, അവർക്ക് വേറെ എന്തോ ഒരു കാര്യം വഴിക്ക് പോവാണ്ട്. അപ്പൊ ഷാനു ഇല്ല പറഞ്ഞ്. അപ്പൊ ഇമ്മാനെയും അച്ചൂനെയും കൂട്ടിങ്ങാണ്ട് നമ്മള് പോവാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ എവിടെ എത്തി? മുക്കമെത്തി. മുക്കത്തോടെ അഗസ്ത്യമൊഴിയിൽ എവിടെക്കോ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കോ തിരിച്ചു വിട്ടു. അപ്പൊ ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട്. റോഡൊക്കെ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ ഇനിയിപ്പോ നേരം നമ്മൾ റിസോർട്ടിലേക്കാണ് പോണത്. റിസോർട്ടിൽ നമ്മൾ ചെറിയൊരു സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടേക്ക് പോവാണ്. അടിപൊളി റൂട്ടാട്ടത്. ഇതില് ഫസ്റ്റ് ആയിട്ട് വരാം കേട്ടോ. നമ്മൾ നേരെ അതിലെങ്ങനെ കയറില്ല. ഇതിപ്പോ റോഡ് ബ്ലോക്ക് ഒക്കെ ഇതിലെ കയറ്റി വിട്ടാ. വേറെ വഴിക്കൂടെ പോണ്ടിരുന്നതില്ലേ? അവിടെ ഫുള്ള് റബ്ബർ തോട്ടാണ്. ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളി നല്ല മായത പുള്ളി വൈബേക്കാണ്. നമ്മള് ചുരത്തില് ചായ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ചെറിയൊരു മഴക്കുണ്ടല്ലേ അമ്മ? നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മള് പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നുമില്ല തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് നമ്മളിങ്ങനെ കേറി തുടങ്ങണേ ഉള്ളൂ. ഞങ്ങൾ 2ാം ഹെയറത്തിൽ ചായ അടിക്കാൻ ഇറങ്ങിയത്.
അതല്ല ബാബു അല്ലെ അച്ചു പാൽപ്പാട വാങ്ങി കൊടുത്തിട്ട്. അപ്പൊ എന്താണ് ഈ കൊരങ്ങനെ കണ്ടിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നിട്ട് നിർത്തിയാണ്. കൊരങ്ങ വണ്ടിന്റെ മോളിൽ കൂടെ പാഞ്ഞങ്ങാണ്ടൊക്കെ കേറി. ഇവിടെ കേറിക്കാണ്ട് മറ്റേ ഇതില് വന്നാണേ. അതില്ല തുറന്നിരുന്നെങ്കിൽ ബാബുവിന് കജ്ജിന്ന് പോയിണ്ടാവും. മൊബൈലൊക്കെ മേടിച്ചോണ്ടോ നമ്മള് വീഡിയോയില് കാണില്ലേ. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മള് ചുരം കേറിക്കൊണ്ട് നിൽക്കാണ്. സത്യമായിട്ട് വയനാട്ടിൽ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ. നമ്മളെ നാട്ടില് സത്യത്തിൽ ഇപ്പൊ മഴ പെയ്യാണെങ്കിൽ ഒരു എന്താ വെയിലിന്റെ ഒരു ചൂടാണ് ഇപ്പോഴും. ആ ഒരു തണുപ്പ് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. എന്തോരം രസം കാണാന്. ചുരം കേറിക്കൊണ്ട് നിൽക്കാണ്. സിഗ്നൽ അടക്കം കട്ടാവുന്നുണ്ട്. എത്ര പെട്ടെന്ന് എത്തിയല്ലേ. അങ്ങനെ ഗൈസ് നമ്മള് ചുരത്തിലെത്തി. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോ ഇതാ റിസോർട്ടിലെത്തി. സിസ് റിസോർട്ട് എന്നാണ് കേട്ടോ റിസോർട്ടിന്റെ പേര്. ഇവിടെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മൈക്കൂടെ പറഞ്ഞ മാതിരി ഇവിടെ എത്തിയപ്പോഴാണെങ്കിലമ്മ സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങള് ഞാൻ കേൾപ്പിച്ചേരാട്ടോ. വേണ്ട സൗണ്ട് കേട്ടോ. അപ്പം നമ്മള് സ്വിസ് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പോയി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ റിസപ്ഷനിൽ പോയി നമ്മളെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. സംഭവം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അല്ലേ അപ്പോ. പക്ഷെ ഉള്ള കാര്യം പറയണ്ടേ. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞേ. വാട്ട് ഗൈസ്, ഇതാണ് നമ്മളുടെ റൂം. അത് അച്ചുവിൻ്റെയും ഇമ്മാൻ്റെയും പിന്നെ അത് ഇന്ത്യയും ബാബുവിൻ്റെയും. ഇമ്മയും അച്ചു ഇതാണ്ട് അങ്ങോട്ട് പോണ്. ഇത് നമ്മളുതാണ് റൂം. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. എന്താ ബാബു എന്നാ എങ്ങനെയുണ്ട് റൂം ബാബു? ഇവിടെ വാ ഇവിടെ വാ. അതെ, നീ ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് ഒന്ന് പുറത്തേക്കാണ്. എന്തിനും ആ ലഗേജ് ബാബുവാണ് ഏറ്റിയതുള്ള സംഭവം. അപ്പോൾ എന്തായാലും കഴിച്ച് ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിക്കാണ്ട്. അപ്പോൾ അവിടുന്ന് ആ ഇത് കൂട്ടണം കേട്ടോ. ഇത് ടി വിയും നമുക്ക് ഇരുന്നങ്ങാണ്ട് ടി വി ഒക്കെ കാണാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ക്ലാസ്സാണ്. എന്തുകൂട് അമ്പനിമൂട്. അങ്ങനെ റൂമിൽ വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പൂളിൽ കയറി. അതെ അതെ ഭയങ്കര വൈബാ. അപ്പോൾ അച്ചു ബാബു ഇറങ്ങിയിരിക്കണേ. ഉമ്മ അതവിടെ ഇറങ്ങാൻ വേണ്ടി പോണേ. സംഭവം നല്ല റിസോർട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ വൈബൊന്നും ഫുള്ള് കാണാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് നോക്കാനായിട്ട് നമ്മൾ രാത്രി ഒരു വൈകുന്നേരം ടൈമാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ആവണമൊക്കെ ഒന്നാകെ കാണണമെങ്കിൽ. അപ്പോൾ പൂള് നമ്മൾ എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രഷായി ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ പൂളിലൊക്കെ ചാടി അങ്ങനെ ഫ്രഷായി. ഇപ്പോൾ 9 മണിയായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. അതിന് വേറെ സംഭവം ഉണ്ടായി. ഷാനും ഓൻ്റെ ചങ്ങായി കൂടി നേരെ ബൈക്ക് വന്ന് നിൽക്കുക. പിരാന്ത് അങ്ങനെ കുറേ വണ്ടി വിട്ട് ഇങ്ങോട്ട് പോരാൻ വിളിച്ചാൽ പോകുന്നില്ല. ഇവിടെയൊക്കെ ഇവിടുത്തെ ആംബിയൻസൊക്കെ നൈറ്റിലെ നൈറ്റ് വ്യൂ അടിപൊളി. ഇതിലോ മരത്തുമ്മലൊക്കെ ഫുള്ള് ലൈറ്റ് ഫിറ്റായിരിക്കണം. ഇതിൽ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫാഷൻ ഡ്രസ്സാണുള്ളത്. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഗൈസ് ഇതിന്റെ 2 കളറും കൂടി അവൈലബിൾ ആണ്. വണ്ടിയൊക്കെ പറയട്ടതാ ലോക്കുന്ന ഇതാട്ടോ. ഇതിൽ വേറെ 2 കളർ അവൈലബിൾ ആണ്. അതായത് ഒരു പർപ്പിൾ കളറും ഒരു ഗ്രീൻ കളറും. കോട്ട് സെറ്റ് ആണ്, ഷോൾ ഇല്ല. നല്ല കോട്ടൺ, നല്ല ഫാബ്രിക് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു വരാം.
ഇത് നമ്മളെ പൂള് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പൂളാട്ടോ. എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് നല്ല ആംബിയൻസ് അടിപൊളിയാണ്. ഇവിടെ ഒരു കോടയും കൂടി സെറ്റ് ആയില്ലേ, ഒന്നും രക്ഷയില്ല. ഏയ് കണ്ണുമ്പിയല്ലേ ഇതായിട്ട് ഇവിടുത്തെ ചെറിയൊരു കുഞ്ഞു ടർഫ്. അത് പ്ലേ ഏരിയ ആണ്. ചെറിയ ഫുട്ബോളുണ്ട്. ഈ ഫുട്ബോൾ ഞാൻ വെച്ചോ ഷട്ടിൽ കാര്യങ്ങൾ കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ആണ്. അത് നമ്മൾ ഫുഡ് കോർട്ട് പോയിട്ട് ഇതിലോ ഫുഡ് കഴിക്കല്ലേ, ഫുഡ് റെഡി ആക്കണാവല്ലേ. അല്ലേ നമ്മൾ സ്റ്റോക്ക് ഔട്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഡ്രസ്സിനും നമ്മളെ ചാനലിൽ ഓഫർ ഉണ്ട്. കാരണം പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുപോലെ ഫുഡാണ് സെറ്റാക്കുന്നുണ്ട്. നിങ്ങൾ ഫുഡ് വേണ്ടേ? അത് നടക്കും, മുന്നോട്ട് വലിഞ്ഞ് നടക്കും. ഇല്ലയോ മുളങ്കാടിലൂടെ നീ എന്താ നടന്നു വരുന്നത്? അവിടെയൊക്കെ ഫുള്ള് കോട്ടേജാണ്, ഒരുപാട് കോട്ടേജ് ഉണ്ട്. അല്ല നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ ആയാലും ഇപ്പൊ എന്താണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ഇത് മറ്റേ ചെയറ് മാതിരി സംഭവം വളഞ്ഞ് തിരിഞ്ഞ് നമുക്കവിടെ ഒരു ഫുഡ് സെറ്റാക്കാം കേട്ടോ. ഇപ്പൊ സ്റ്റൈല ഫാഷനിൽ റീസ്റ്റോക്കിന്റെ ഭാഗമായിട്ട് എല്ലാ ഡ്രസ്സിനും ഓഫർ ഉണ്ട്. ഞാൻ ഇട്ടില്ല ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് വരുന്നത് 750 രൂപയാണ്. അതും ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ. ഇപ്പൊ ഓഫർ പ്രൈസ് വരുന്നത് വെറും 600 രൂപക്കാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യേകം ഫ്രീ ഷിപ്പിംഗും ആണ്. അപ്പൊ വേണ്ടവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ചില അവൈലബിൾ അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കി. 3 കളർ ഏതൊക്കെ? 3 കളറില്ലേ? ഒന്ന് ഈ ഒരു കളറും പിന്നെ ഒരു ഗ്രീന് പിന്നെ ഒരു പർപ്പിൾ കളർ. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നോ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണിത്. ഇല്ലാന്ന് പറഞ്ഞാണ്ട് ബന്ധുക്കൾ ഇതിനല്ലേ റെഡിയാറേ അതെൻ്റെ മോൻ്റെയും കോലും ഒരേപോലെ. അങ്ങനെ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ചു നേരം റൂമിലൊക്കെ ഇരുന്നു അല്ലേ. വീട്ടിലെ ടി വി അവിടെ റൂമിൽ കുറച്ചു നേരം ടി വി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. കുറെ ആൾക്കാർ എല്ലാവരും പുറത്താട്ടോ. ഞങ്ങൾക്ക് നല്ല ക്ഷീണുണ്ട്. അപ്പൊ ഞങ്ങൾ റൂമിൽ പോയി സൈഡായി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ എത്തിയിട്ടല്ലേ. അതെ, ഞാൻ റൂമൊക്കെ കാണിച്ചത് വിചാരിച്ചു, ഒന്നും നടന്നില്ല. അപ്പൊ എന്തായാലും നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നാളത്തെ വ്ളോഗിൽ ഇടാം. അപ്പൊ പിന്നെന്താ, ഇപ്പൊ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.